ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ സംസാരിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിൽ എത്തിയ ആ ഒരു യാത്രയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം നിറയുന്നത്. നെതന്യാഹു അവിടെ എത്തരുത്, സംസാരിക്കരുത് എന്നുള്ള ഒരു തിട്ടൂരമായിരുന്നു ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്നുള്ള സംശയം ഉയരുന്നുണ്ട്. കാരണം നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു നീക്കമൊക്കെ ഒരു ഭാഗത്ത് തകൃതിയായി നടന്നുവെന്നും, എന്നാൽ ആ വ്യോമപാതകളൊന്നും കടക്കാതെ റഡാറുകളെല്ലാം വെട്ടിച്ച് നെതന്യാഹു സേഫായിട്ട് എത്തിയിട്ടുണ്ട്. വൈകിട്ട് ഇന്ത്യൻ സമയം ഒരു 7 മണിയാകുമ്പോൾ UN-ൽ സംസാരിക്കും. അതിശക്തമായി തന്നെ ഗാസ വിഷയത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ട്രംപുമായിട്ട് വൈറ്റ് ഹൗസിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയും ലോകം ഉറ്റുനോക്കുകയാണ്. കാരണം വെസ്റ്റ് ബാങ്കിലേക്ക് കടക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ല എന്ന് അറബ് രാജ്യങ്ങൾക്ക് ട്രംപ് ഉറപ്പ് കൊടുത്തിരുന്നു. എന്നാൽ അതിശക്തമായി തന്നെ ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്, വെസ്റ്റ് ബാങ്ക് ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു ചർച്ചയും നടക്കാൻ പോകുകയാണ്. എന്താണ് ശരിക്കും ഇപ്പോൾ ന്യൂയോർക്കിലും അതുപോലെ തന്നെ നെതന്യാഹു അവിടെ ന്യൂയോർക്കിലാണെങ്കിൽ തന്നെയും തൊട്ടിപ്പുറത്ത് ഗാസയിലും യമനിലേക്കും അതിശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തുന്നുമുണ്ട്. എന്തായാലും നെതന്യാഹുവിനെ ആകാശത്ത് വെച്ചെങ്കിലും വളഞ്ഞിട്ട് പൂട്ടണം എന്ന ഉദ്ദേശമായിരുന്നു ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ടായിരുന്നത്. അവരതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അയർലൻഡ് വിമാനങ്ങൾ നെതന്യാഹുവിനെ വളയാൻ കാത്തിരുന്നത് മണിക്കൂറുകളാണ്. എന്നാൽ യൂറോപ്യന്മാരുടെ എല്ലാ സകല കണക്കുകളും എല്ലാം വെട്ടിച്ച് അവസാന മിനിറ്റിൽ മാത്രം റൂട്ട് മാപ്പ് മാറ്റുന്നു. അങ്ങനെ റഡാറുകളെല്ലാം വെട്ടിച്ച് സത്യം പറഞ്ഞാൽ ഒന്ന് ഒളിച്ച് ബെഞ്ചമിൻ നെതന്യാഹു എത്തിയിരിക്കുകയാണ്. അപ്പോൾ യൂറോപ്പിന്റെ വ്യോമപാതയെ അങ്ങ് ഒഴിവാക്കി, എന്നിട്ടൊരു രഹസ്യപാതയിലൂടെ പറന്നാണ് ന്യൂയോർക്കിൽ പറന്നിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് നെതന്യാഹു യൂറോപ്പ് വഴി തന്നെയാണ് വരിക എന്നുള്ള റൂട്ട് മാപ്പ് മുൻപേ കണ്ടിട്ട് എങ്ങനെയും അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്നവരായിരുന്നു ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഇവരെല്ലാവരും ഇപ്പോൾ എന്താ പറയാ, അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുകയാണ്. കാരണം അവരങ്ങനെ ഒരു കണക്ക് കൂട്ടുന്നതിനും കാരണമുണ്ട്. കാരണം ന്യൂയോർക്കിലേക്ക് എത്താൻ എളുപ്പപാത യൂറോപ്പിന്റെ വ്യോമപാതകളാണ്. അപ്പോൾ കാരണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതോടെ നെതന്യാഹു എങ്ങാനും കാലുകുത്തിയാൽ അല്ലെങ്കിൽ ആകാശത്തുകൂടെ പോയാൽ ആ സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യോമപാത ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ദേഹം ഒന്ന് എത്തിയാൽ മതി, വിമാനത്തിന്റെ ചക്രം കടന്നാൽ മതി, അവിടെ വെച്ചിട്ട് നെതന്യാഹുവിനെ താഴെ ഇറക്കി അറസ്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു അവരുടെ എല്ലാം കണക്കുകൂട്ടല്. പക്ഷെ അതിനൊന്നും സമ്മതിക്കാതെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ US-ലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നത് നെതന്യാഹുവിന്റെ ഔദ്യോഗിക യാത്രാ വിമാനത്തിൽ തന്നെയാണ്. വിങ്സ് ഓഫ് സിയോൺ എന്നാണ് ഈ വിമാനത്തിന്റെ പേര്. അപ്പോൾ അത് യൂറോപ്പിന്റെ ആകാശമെല്ലാം മാറ്റി എല്ലാവരെയും അമ്പരപ്പിച്ച് ഇപ്പോൾ വളരെ സേഫായി തന്നെ എത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം വിമാനം മെഡിറ്ററേനിയൻ കടലിന്റെ ദിശയിലേക്ക് തിരിച്ചുവിട്ടാണ് യാത്ര ചെയ്തത്. നെതന്യാഹുവിന്റെ ജെറ്റ് ഒരു തെക്കൻ ആർക്ക് പിന്തുടരുകയാണ് ചെയ്തത്. ഗ്രീസിന്റെയും ഇറ്റലിയുടെയും അതിർത്തികൾ മാത്രം കടന്ന് മെഡിറ്ററേനിയൻ കടന്ന് പിന്നീട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ഒന്നും കടന്നു പോകാതെ ജിബ്രാൾട്ടർ കടലിടുക്ക് വഴി അറ്റ്ലാന്റിക് കടന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നു. ശരിക്കും പറഞ്ഞാൽ വളഞ്ഞു മൂക്ക് പിടിച്ചിരിക്കുകയാണ്. 600 കിലോമീറ്ററാണ് അധികം പറക്കേണ്ടി വന്നത്. പക്ഷെ എന്തായാലും അറസ്റ്റ് ഒഴിവാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഇങ്ങനെ ഈ ഒരു പാത ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കളിയാക്കിക്കൊണ്ട് വിദേശ മാധ്യമങ്ങൾ പറയുന്നത് അറസ്റ്റ് ഭയന്ന് യൂറോപ്പിന്റെ പാത ഒഴിവാക്കിയെന്നാണ്. അതുകൊണ്ട് ഇപ്പൊ ഇസ്രായേൽ ഔദ്യോഗിക ഓഫീസ് ഒന്നും തന്നെ, നെതന്യാഹുവിന്റെ ഔദ്യോഗികമായ ഓഫീസൊന്നും ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ആൾക്കാർ പറയുന്നതൊക്കെ പറഞ്ഞോട്ടെ, തൽക്കാലം അറസ്റ്റ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു. അല്ലാണ്ട് ഇപ്പൊ ധൈര്യമുണ്ടെന്ന് കാണിച്ച് യൂറോപ്പിന്റെ നെഞ്ചത്തു കൂടെ പറന്നുപോയി അറസ്റ്റിൽ വരിക്കുന്നതിൽ വലിയ കാര്യമൊന്നും കണ്ടില്ല. കാര്യം അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും പലസ്തീനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടെല്ലാം വലിയ എതിർപ്പാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചത്. ഹമാസിനെ സംരക്ഷിക്കുന്നവർ ആരാണെങ്കിലും പലസ്തീനെ അംഗീകരിക്കുന്നവർ ഏത് രാജ്യങ്ങളായാലും അവർ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഒന്ന് നോക്കിയിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടാൻ ഒരു വഴി. പക്ഷേ പറ്റിയില്ല. ഗ്രീസും ഇറ്റലിയും ഒഴികെ മറ്റൊരു യൂറോപ്യൻ രാജ്യത്തിന്റെ മുകളിൽ കൂടിയും വിമാനം കടന്നു പോയിട്ടില്ല. അപ്പൊ കുറച്ച് വളഞ്ഞ വഴി നേരത്തെ പറഞ്ഞ പോലെ 600 കിലോമീറ്റർ എല്ലാം ഓടി. പക്ഷെ എന്തായി കഴിഞ്ഞാലും ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തി. വേറെ വഴിയിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ ടെലവൈവിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് എളുപ്പം എത്താമായിരുന്നു എന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ. പക്ഷേ
അത് എന്തായാലും അത്ര നല്ല കാര്യമല്ല. അത് മാത്രമല്ല, ഈ 600 കിലോമീറ്റർ അധികം പറക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് പോകുന്നത്. വിങ് ഓഫ് സിയോണിനെ പിന്തുടർന്നുകൊണ്ട് ഇടത് വലത് മറ്റ് 2 ജെറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഈ അറസ്റ്റ് മാത്രമല്ല ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെയുള്ളത്. യമനിലെ ഹൂതികളും ലബനനിലെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇറാനുമെല്ലാം ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒന്ന് കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ അവരൊരു ലിസ്റ്റ് പുറത്തു വിട്ടല്ലോ, കൊല്ലാനുള്ള ജൂതന്മാരുടെ പട്ടിക. അതിൽ 1ാമത്തെ പേരുകാരനാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് തന്നെ ഈ വഴിയൊക്കെ പോകുന്നത് ഈ പറയുന്ന ഇറാന്റെ പ്രോക്സികൾക്കൊക്കെ കടന്നിട്ടാണ് പോകുന്നത്. എന്നിട്ടും ഇത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇറാന്റെ കയ്യകലത്തുകൂടിയാണ് പോയത് ഇസ്രയേൽ പ്രധാനമന്ത്രി. എന്നിട്ടും ഒരു വിവരമെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ഉറപ്പായും ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ കാരണം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പുറത്ത് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു റിസ്ക് എടുത്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിൽ പറന്നിറങ്ങിയത്. പിന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ പലസ്തീനെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനോടുള്ള കലി എന്ന് പറയുന്നത് നെതന്യാഹുവിന് അടക്കാൻ സാധിക്കാത്തതാണ്. കാരണം പലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാകുക എന്നുള്ളത് ഇതുവരെ ഇല്ല. ഇനി ഭൂപടത്തിൽ അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ പല രാജ്യങ്ങൾക്കും ഇസ്രയേലിനോട് ഇപ്പോൾ എന്തായാലും ഒരു പകയുണ്ട്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ തലവെട്ടം കണ്ടാൽ ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം. കാരണം അവരാരും തെറ്റ് ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് ക്രിമിനൽ കോടതി എന്താണോ പറഞ്ഞത് അത് അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും അവരെ കുറ്റം പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നിന്നേക്കാൾ കുറച്ചു കാലം മുമ്പ് ജനിച്ചതാണ് ഞാൻ എന്നുള്ള മട്ടിലാണ് നെതന്യാഹു ഇപ്പോൾ കാര്യങ്ങൾ ആക്കിയിരിക്കുന്നത്. അവരെന്തായാലും ഇപ്പോൾ വളരെയധികം വിഡ്ഢികളായിരിക്കുകയാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഈ ഫ്രാൻസ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, അങ്ങനെ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് ഞങ്ങൾ കടക്കില്ല, പക്ഷേ പലസ്തീൻ വിഷയത്തിൽ ഞങ്ങൾ ഇസ്രയേലിനെ തള്ളിക്കളയുന്നു, പലസ്തീനെ ഒരു പരമാധികാര രാജ്യമായി തന്നെ ഞങ്ങൾ അംഗീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൊട്ടിപ്പുറത്ത് ഫ്രാൻസ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ ഒരു ഇളവ് കൊടുക്കുമ്പോഴും, അതായത് ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുമ്പോൾ പോലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ഫ്രാൻസ് തയ്യാറാകുന്നില്ല. പക്ഷേ തൊട്ടിപ്പുറത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഈ പറഞ്ഞ പോലെ തന്നെ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉണ്ട്. പക്ഷേ ഫ്രാൻസ് റഷ്യയുടെ കാര്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എവിടെയെങ്കിലും ഞങ്ങളുടെ വ്യോമപാതയ്ക്ക് മുകളിലൂടെ റഷ്യൻ പ്രസിഡന്റ് പോകുകയാണെങ്കിൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ്. അതായത് അയർലൻഡ് പറഞ്ഞിട്ടുണ്ട്. അയർലൻഡ് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്, ക്രിമിനൽ കോടതിയുടെ ഉത്തരവനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഞങ്ങളുടെ മേഖല കടന്നാൽ ഉറപ്പായും ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ICCയുടെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസ് എന്തായാലും കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പ്രായോഗികമാണോ എന്ന് ഇറ്റലി ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇറ്റലിയുടെ മുകളിൽ കൂടെ പറന്നുപോയത്. നെതന്യാഹു അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. ഗാസയിൽ ഇപ്പോൾ അതിഘോര ആക്രമണം പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇറാനും ഇപ്പോൾ ഒരു പുതിയ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നെതന്യാഹു അവിടെ ഇല്ലാത്ത സമയത്ത് ഇനി ഇറാൻ എന്തെങ്കിലും കാണിച്ചു കൂട്ടുമോ എന്നുള്ളൊരു പേടി, അത് നമുക്ക് അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴാണ് ഇറാൻ ഒരു റോക്കറ്റ് വിക്ഷേപണം നടത്തിയിട്ടുള്ളത്. അത് ഖര ഇന്ധനമായിട്ടുള്ള ഒരു റോക്കറ്റ് ആയിരിക്കണം വിട്ടിരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ ഇറാൻ ഇത് സമ്മതിച്ചിട്ടൊന്നുമില്ല. പക്ഷെ റോക്കറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുമല്ലോ, അങ്ങനെ ബാഷ്പങ്ങൾ പോയിട്ടുള്ള ഒരു വാല് പോലൊരു സംഭവം അത് കണ്ടിട്ടുണ്ട്. അത് കണ്ടതുകൊണ്ട് അതൊരു ഖര ഇന്ധനം നിറച്ചിട്ടുള്ള ഇതാണ് വിട്ടിരിക്കുന്നത് എന്നുള്ളൊരു സംശയം പൊതുവേ വരുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. ഈ ഒറ്റ പേടിയേ ഉള്ളൂ, നെതന്യാഹു ഇല്ലാത്ത സമയത്ത് അവിടെ ഇസ്രയേലിൽ എന്തെങ്കിലും ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടാകുമോ എന്നുള്ളൊരു പേടി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ഹൂതികളുടെ ഉന്നത സൈനിക ആസ്ഥാനം ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഹൂതികളെ ആക്രമിച്ചാൽ ഇറാൻ ചിലപ്പോൾ ആക്രമിക്കാതിരിക്കില്ല. ഡസൻ കണക്കിന് ഹൂതി വിമതരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഡ്രോണുകളുടെ വൻ ശേഖരം തകർത്തിട്ടുണ്ട്. ഇത് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് തന്നെയാണ് പറഞ്ഞത്. ഇതിന് തൊട്ടു പിന്നാലെ ഹൂതികൾ ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചിട്ടുണ്ട്. എന്നാൽ മധ്യ ഇസ്രയേലിലുടനീളം ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആളുകളെല്ലാം പരമാവധി ഷെൽട്ടറുകളിലേക്ക് മാറി. അതുകൊണ്ട് ആളപായം അധികം വന്നിട്ടില്ല. മിസൈൽ തകർത്തു എന്ന് ഇസ്രയേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു. മിസൈലിന് ഒരു തരത്തിലുള്ള ആഘാതങ്ങൾ മേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇസ്രയേലിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ ഹൂതികളുടെ പരമോന്നത നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂത്തിയുടെ ആഴ്ചതോറുമുള്ള മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത പ്രസംഗം സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് തുടങ്ങുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് സനയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇത് ഹൂത്തി മാധ്യമം തന്നെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹൂതിയിലേക്ക് അങ്ങോട്ട് നടത്തിയ ആക്രമണത്തിൽ 140-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ടെന്ന് പറയുന്നു. ഇതേസമയം ബുധനാഴ്ച ഇന്നലെ ഹൂതികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ഇസ്രയേലിലെ തെക്കൻ പ്രദേശത്തെ റിസോർട്ട് നഗരമായ എലാറ്റിൽ ആക്രമണം നടത്തിയിരുന്നു. 22 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. ഇതിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി ചെയ്യുമെന്നുള്ളത് ഇസ്രയേൽ മുൻപ് തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ഇസ്രയേലി വ്യോമസേന വിമാനങ്ങളും ചാരവിമാനങ്ങളും ഇന്ധനം നിറയ്ക്കുന്നവയും എല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഹൂതികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന 19ാമത്തെ ആക്രമണമായിരുന്നു. എന്താണല്ലേ, എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എത്രാമത്തെ ആക്രമണമാണത്. മിക്ക ആക്രമണങ്ങളും ഇസ്രയേൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമാണ് നടത്തിയിട്ടുള്ളത്. ഇസ്രയേൽ നാവികസേനയുടെ മിസൈൽ ബോട്ടുകളും ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇസ്രയേൽ പോർ വിമാനങ്ങൾ സനായിലെ 7 മേഖലകളിലായി 65ഓളം സ്ഫോടക വസ്തുക്കളാണ് വർഷിച്ചത്. 2200 കിലോമീറ്റർ ദൂരം പറന്നെത്തിയാണ് വിമാനങ്ങൾ ദൗത്യം പൂർത്തിയാക്കിയിട്ടുള്ളത്. സമീപ ഭാവിയിൽ ഹൂതികൾക്കെതിരെ കൂടുതൽ ആക്രമണം നടത്തുമെന്നും ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും വിട്ടുകളയാൻ തയ്യാറല്ല. ഇതൊക്കെയാണെങ്കിലും ആര് ആക്രമണം അറസ്റ്റ് ചെയ്യുമെന്നോ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇസ്രയേലോ അല്ലെങ്കിൽ നെതന്യാഹുവോ കുലുങ്ങുന്ന മട്ടില്ല. ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്രധാനമായ വിഷയം UN-ൽ ഇസ്രയേൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നതും എന്നാൽ അത് കഴിഞ്ഞ് നടക്കുന്ന ഒരു ചർച്ചയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ട്രംപ് കൂടെ നിന്നിട്ട് കാലുവാരുകയാണോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ഇസ്രയേലിനും ഉണ്ടായിരിക്കുന്നു. കാരണം വെസ്റ്റ് ബാങ്കിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ള ട്രംപിന്റെ ആ ഒരു ഉറപ്പ്, അത് ഒരു തരത്തിലും ട്രംപ് വേണമെങ്കിൽ ഉറപ്പ് കൊടുത്തോളൂ, അത് ട്രംപ് കൊടുക്കുന്ന ഉറപ്പാണ്, പക്ഷേ ഞങ്ങളത് പാലിക്കാൻ തയ്യാറല്ല എന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്ക് പിടിക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഇസ്രയേൽ കടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ല, അതിൻ്റെ ഒപ്പം തന്നെ വെസ്റ്റ് ബാങ്കുകളുടെ ചില ഭാഗങ്ങളിലേക്ക് നിയന്ത്രണം പിടിച്ചെടുക്കാൻ സർക്കാരിന് കഴിയുമെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ചതിന് പിന്നാലെ ട്രംപിന്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ച ശേഷം ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോടാണ് ട്രംപ് ഇത് പറഞ്ഞിട്ടുള്ളത്. UK, കാനഡ തുടങ്ങിയ പ്രധാന US സഖ്യകക്ഷികൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിനുശേഷം ഇസ്രയേലിൽ വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ ചർച്ചകളെല്ലാം ആരംഭിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കൽ അനുവദിക്കില്ല എന്നും ഇത് ഉറച്ച നിലപാടാണെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപിന്റെ മുൻപത്തെ നിലപാട് ഇതായിരുന്നില്ല. തങ്ങളുടെ പ്രദേശങ്ങളെല്ലാം തിരിച്ചു പിടിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇസ്രയേൽ കടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ കൊടുത്ത ആളാണ് ട്രംപ്. പക്ഷേ ഇപ്പോഴത്തെ ട്രംപിന്റെ ഈ നിലപാട് മാറ്റത്തിൽ എന്തൊക്കെയോ ഉണ്ട്. ഒന്നുകിൽ അറബ് രാഷ്ട്രങ്ങൾ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയിട്ടുണ്ട്. സൗദിയൊക്കെ അതിശക്തമായി അമേരിക്കയ്ക്ക് മുൻപിൽ ഗാസ വിഷയത്തിൽ സമ്മർദ്ദ രൂപത്തിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വിഷയം ഉള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ട്രംപ് പറയുന്നത് വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ല എന്ന്. പക്ഷേ വെസ്റ്റ് ബാങ്ക് പിടിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ യുദ്ധം അമേരിക്കയും ഇസ്രയേലും തമ്മിലാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഗാസയുടെ നിയന്ത്രണം മുഴുവനായിട്ട് ഏറ്റെടുക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന പലസ്തീനികളെല്ലാം പുറത്താക്കി പലസ്തീൻ മേഖലയെ, ഇത് മുൻപ് പറഞ്ഞതാണ്, ഇപ്പോൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, റിസോർട്ട് ടൗണാക്കി മാറ്റുമെന്ന് മുൻപ് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഇസ്രയേലിനുള്ള പൂർണ്ണ പിന്തുണ ട്രംപ് പറയുന്നുണ്ട്. അതേസമയം തന്നെ നേരെ തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു രണ്ടിലേക്കും പറയാം. ഞാൻ അങ്ങനെ പറഞ്ഞോ ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല പറഞ്ഞില്ലേ ചോദിച്ചാൽ പറഞ്ഞില്ല, അങ്ങനൊരു ഉരുണ്ട് കളിക്കുന്നുണ്ട്. ഇത് ഇസ്രയേലിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്ക് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇസ്രയേൽ പിന്മാറില്ല എന്നുള്ളതും ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം വെസ്റ്റ് ബാങ്കിലേക്ക് കടക്കുകയാണ് ഇസ്രയേൽ സൈന്യം. എന്തായാലും ഇപ്പോൾ നെതന്യാഹു അവിടെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി എന്താണ് സംസാരിക്കുക എന്നുള്ളതാണ്. ഇതിന് മുൻപും പറഞ്ഞിരുന്നു, ഞാൻ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അമേരിക്ക ഇങ്ങനെ ഈ വെസ്റ്റ് ബാങ്കിൽ കൈയടക്കാൻ സമ്മതിക്കില്ല, ആ വിഷയത്തിൽ ഇടപെടാൻ സമ്മതിക്കില്ല. എന്തായാലും അതിൻ്റെ അപ്പുറത്തേക്ക് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇനി ഒരു പലസ്തീൻ എന്നൊരു രാജ്യം ഇനി ജനിക്കില്ല. ഇതുവരെ ഉണ്ടാവാത്തത് കൊണ്ട് ഇനി അങ്ങനെ ഒരു പുതിയൊരു രാജ്യം ജനിച്ചു വരേണ്ട കാര്യമില്ല എന്ന് നിർണായക ഒരു തീരുമാനമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കിനി നോക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? കൂടുതൽ ചർച്ചകളുമായി, അതായത് വൈറ്റ് ഹൗസിലെയും അതുപോലെ തന്നെ UN-ൽ നടന്ന ചർച്ചകളുടെയും വിശദാംശങ്ങളുമായി വീണ്ടും ചർച്ചയുമായി കാണാം. നമസ്കാരം. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.